അമ്മ അമ്മേ ഇതെന്ത് മരവാ? സപ്പോട്ട. സപ്പോട്ട ഇതിൽ കായുണ്ടല്ലോ. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഏകദേശം 2 വർഷങ്ങൾ കഴിഞ്ഞ് ഞാനിപ്പം നാട്ടിൽ വന്നിട്ട്, അപ്പോൾ ഇപ്പം ഞാൻ നാട്ടിൽ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ കോവിഡൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്ത്, അതായത് ഫെബ്രുവരി 2020 അന്ന് കുറേ വീഡിയോസൊക്കെ ഇവിടെ വെച്ചൊക്കെ ഞാൻ ചെയ്തായിരുന്നു. നമ്മുടെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയുടെ വീഡിയോയും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തായിരുന്നു, കുറേ ടോക്ക് വീഡിയോസൊക്കെ. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് നാട്ടിൽ വരാൻ അവസരം കിട്ടിയത്. ലീവും അതുപോലെ തന്നെ കോവിഡൊന്ന് എല്ലാം ഒന്നൊരു ശമനമായപ്പോഴൊക്കെയാണ് വീണ്ടും ഒന്ന് വരണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു തന്നെ. അപ്പം നമ്മൾ വന്നിട്ട് നമ്മുടെ അപ്പനും അമ്മയ്ക്കും കോവിഡ് വരുത്തിയെന്ന് അങ്ങനൊരു നമുക്കൊരു ദുഃഖം വരാനും പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഞങ്ങളെല്ലാവരും ലേറ്റാക്കുകയാണ് ചെയ്തത്. ശരിക്കും ഇപ്പോൾ ഇട്ടിരിക്കുമ്പോൾ ഓർക്കുമ്പം തമാശ പോലെ തോന്നുമെങ്കിലും ആദ്യമായിട്ട് കോവിഡിൽ ജോലി ചെയ്യാനായിട്ട് പോയ സമയത്തുണ്ടാകുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ ഞാനിപ്പം ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. കിളികളുടെ എല്ലാം നല്ല സൗണ്ടുണ്ട് കേട്ടോ. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാനും എൻ്റെ ഒരു സീനിയർ ചേച്ചി, ഞങ്ങൾ രണ്ടുപേരും ഈ കോവിഡിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കായിരുന്നു ആദ്യത്തെ നറുക്ക് വീണത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പേടിച്ചൊക്കെ ആയിരുന്നു റോഡിൽ കൂടെ അടുത്ത് നടന്നു പോയാൽ മതിയായിരുന്നു. അങ്ങനെ എപ്പോഴും ഓർക്കുമ്പോൾ ചിലപ്പം ചിരി വരും. വെളുത്തുള്ളിയൊക്കെ ചവച്ചുകൊണ്ട് പോകുമായിരുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ചവച്ചാൽ ഇമ്മ്യൂണിറ്റി കൂടുതൽ കിട്ടും. അതുകൊണ്ട് വെളുത്തുള്ളിയൊക്കെ ചവച്ച് മാസ്കൊക്കെ ഇട്ട്, പിന്നെ ഒരു ഓർണമെൻറ്റ്സ് വിടത്തില്ല, കമ്മലും മാലയും എല്ലാം ഊരി വെച്ച്, ഈവൻ മൊബൈൽ പോലും കൊണ്ടുപോകത്തില്ലായിരുന്നു. അപ്പോൾ ആകെയുള്ളത് വീടിൻ്റെ ഒരു കീ മാത്രമായിരുന്നു. അതുകൊണ്ടായിരുന്നു പോകുന്നത്. ഇപ്പം ഹോസ്പിറ്റലിൽ ആരെങ്കിലും വിളിക്കണമെങ്കിൽ അത്യാവശ്യ നമ്പറൊക്കെ ഞാൻ ഇന്നും ഫോൺ നമ്പറുകൾ ഒരു പേപ്പറിൽ എഴുതി അതും യൂണിഫോമിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പം അതൊക്കെ ഓർക്കുമ്പം അന്ന് ഒത്തിരി ടെൻഷൻ അനുഭവിച്ചു. അന്നത് കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാക്കി അങ്ങ് മാറ്റിയായിരുന്നല്ലോ എല്ലാവരും. ഇപ്പോഴല്ലേ നമുക്ക് ആ പേടിയൊക്കെ മാറിയത്. ഓട്ടോയൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഈ ചുവന്നുള്ളി അല്ലല്ലോ, വെളുത്തുള്ളി ഇങ്ങനെ അല്ല, അതുപോലെ ചൂടുവെള്ളം ഫ്ലാസ്കിലൊക്കെ ആക്കി വെച്ചിട്ട് അതും കൊണ്ടുപോകുമായിരുന്നു. പുതിയ ഡിപ്പാർട്ട്മെൻ്റല്ലേ, നമുക്ക് അറിയത്തൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ ശരിക്കും ഒത്തിരി പേടിച്ചായിരുന്നു ആ ദിവസങ്ങളിൽ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത്. ദിവസം രാത്രി കിടക്കുമ്പോൾ രാവിലെ ഉണരുന്നത് ഓർക്കുമ്പോഴേ അങ്ങ് ടെൻഷനായിരുന്നു. അത്രയും ഒരു ഭീതിജനകമായ നാളുകളായിരുന്നു ആദ്യ സമയങ്ങൾ. കുറച്ച് ദിവസങ്ങളെ ഉള്ളായിരുന്നു, പിന്നെ അതങ്ങ് മാറി. ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ അതൊക്കെ ഓർത്ത് ഇവിടുന്ന് ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് ഒരാഴ്ചക്കുള്ളിൽ കോവിഡിൻ്റെ അകത്തോട്ട് ഡ്യൂട്ടിയിൽ പ്രവേശിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഒരു ഓർമ്മകൾ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് പേടിച്ച് ഈ കോവിഡിൽ ആദ്യം ജോലി ചെയ്തവരുണ്ട്, എനിക്കറിയാം. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ മാറി ഇപ്പോൾ ഇച്ചിരി എന്താ പറയുന്നത്, എല്ലാവർക്കും ഒരു ആശ്വാസത്തിൻ്റെ സമയങ്ങളാണ്. ഇപ്പോൾ ആ ഒരു കോവിഡിൻ്റെ ആ പേടി, കുറച്ച് കരുതലൊക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ ആ പേടി എല്ലാവർക്കും മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ ഇടാതിരുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വെച്ച് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, മോളൊന്ന് വീഡിയോ ഇടാത്ത എന്താണെന്ന് ചില ചേച്ചിമാരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണല്ലോ അങ്ങനെയുള്ളവർ. പക്ഷെ ഞാൻ വീഡിയോ ഇടാതിരുന്നാലും ഇപ്പോഴും എൻ്റെ പഴയ വീഡിയോസ് സ്ഥിരമായി ഡെയിലി ഉണ്ടാക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. എൻ്റെ കമൻസ്, പഴയ വീഡിയോകളെല്ലാം എൻ്റെ കമൻസ് എനിക്കെന്നും കിട്ടാറുണ്ട്. അതുപോലെ അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും വീഡിയോ ഇടണമെന്ന് വിചാരിക്കും. ഒരു വീഡിയോ ഇടും, പിന്നെ ലാഗ് വരും. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് വെച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഇച്ചിരി കൂടുതലായിട്ട് വന്നായിരുന്നു. അതായത് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ല, എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ്, അതുപോലെ തൈറോയിഡ്, അത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമാണ്. എന്ത് ജോലി ചെയ്യണമെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒരു കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാം അരിഞ്ഞൊക്കെ റെഡിയാക്കി വെക്കും, പക്ഷേ ക്യാമറ ഓണാക്കാൻ തോന്നത്തില്ല. എന്തിനാ അങ്ങനെ ഒരു മനസ്സിലൊരു ഭയങ്കര, അതായത് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റായിരിക്കും രാവിലെ, പക്ഷേ പിന്നെ പകൽ കിടന്ന് ഉറങ്ങണമെന്ന് തോന്നും. അങ്ങനെ ഞാൻ പല റെസിപ്പികളും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനങ്ങ് മാറ്റി വെക്കും.
കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ ചിലപ്പോൾ സ്പെഷ്യൽ റെസിപ്പീസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കുമായിരിക്കും നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട്. പക്ഷേ ഞാൻ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ അത്ര ഓയിലൊന്നും എടുക്കത്തില്ല. ഭക്ഷണം പാഴാക്കരുതെന്നാണ്, എന്നാലും കുറച്ചൊക്കെ കഴിക്കും. ചിലപ്പോഴൊക്കെ അധികം വരും കളയും. പക്ഷേ അങ്ങനെ കഴിക്കുമ്പോൾ അതങ്ങനെ എനിക്ക് ഓവർ വെയിറ്റ്, ഇത്രയും വെയിറ്റ് എനിക്കില്ലായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് വെയിറ്റ് കുറച്ചതായിരുന്നു. വീണ്ടും ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡിൻ്റെ ഒരു സമയത്ത് നമ്മൾ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് തന്നെ കോവിഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കാരണം എനിക്ക് ഒത്തിരിയും പേരെ അറിയാം നല്ലതുപോലെ ഡയറ്റ് ചെയ്തൊക്കെ വണ്ണം കുറച്ചിരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ കോവിഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ചിലപ്പം കോവിഡിൻ്റെ എല്ലാ സിംറ്റംസും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്പം ആരോഗ്യമൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഫുഡൊക്കെ നല്ലതായിട്ട് കഴിച്ച് അങ്ങനെ ഇച്ചിരി വണ്ണമൊക്കെ കൂടി. ഇനിയും കുറയ്ക്കണം, എന്നും കുറയ്ക്കും പിന്നെയും കൂടും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കും ഇടയ്ക്കിടയ്ക്ക് കൂടും, അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് ആ കാര്യങ്ങൾ. പിന്നെ ഇപ്പം ഈ തൈറോയിഡ് കൺട്രോളിലായി, പക്ഷേ BP ചെറുതായിട്ട് BP ഉണ്ട്. അപ്പോൾ തൈറോയിഡും ഈ BP ആണ് ഇപ്പോഴത്തെ ഒരു BPയും കൺട്രോൾഡാണ്. പക്ഷേ എടുക്കുന്ന ടാബ്ലറ്റ് എനിക്ക് അത്ര അങ്ങോട്ട് മനസ്സിന് പിടിക്കുന്നില്ല. അത് ഞാൻ ഇപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും നല്ലൊരു ഡോക്ടറിനെ കണ്ടിട്ട് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോ ചെയ്യാതിരുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു തൈറോയ്ഡ് ആദ്യം കൺട്രോൾ ആവാഞ്ഞപ്പോൾ അത് നമുക്ക് എക്സ്ട്രാ ടയേർഡ്നെസ്സാണ്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നാൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ നമുക്കൊരു ജോലി ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ജോലി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുന്നത് തന്നെ വളരെ ഇതാണ്. പിന്നെ ഞാൻ 8 മണിക്കൂർ ജോലി, ആഴ്ചയിൽ 2 ദിവസം അവധി ഉണ്ടെങ്കിൽ അവധിയുള്ള ദിവസമൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നാറില്ല. ഈ ജോലിയുള്ള ദിവസങ്ങളാണ് ഞാൻ കൂടുതലും വീഡിയോ എടുക്കാറുള്ളത്. പിന്നെ അഥവാ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനൊക്കെ കുറേ സമയം എടുക്കുമല്ലോ. അപ്പം നമ്മൾ ഉറക്കം കുറയുമ്പം സാധാരണയായിട്ട് BP കൂടും. അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് സമയങ്ങളൊക്കെ ഈ BP കൂടാതിരിക്കാനൊക്കെ നോക്കി അങ്ങനെ കുറച്ചൊക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് കുറച്ച് കാലത്തേക്ക് ഇത് വേണ്ടാന്ന് എൻ്റെ ഫാദറും എന്നോട് പറഞ്ഞു, ഇത് കുറച്ച് കാലത്തേക്ക് നീ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഞാൻ കുറേ നാൾ ചെയ്യാതിരുന്നു കേട്ടോ. അല്ലാതൊന്നുമല്ല, ഞാൻ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് പപ്പ എന്നോട് പറഞ്ഞു, ഇനി ഇത് നിർത്ത്, ഇത് വേണ്ട, യൂട്യൂബും കാര്യങ്ങളൊന്നും വേണ്ട, നല്ലൊരു ജോലി ഉണ്ടല്ലോ അത് മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും എനിക്കിതൊരു പാഷനാണ്. എനിക്കിതിൽ നിന്നും ഒരു ഏണിങ്സ് ഉണ്ട്. പക്ഷേ എന്നാലും എനിക്കിതിൽ ഞാനൊരു റെസിപ്പി ചെയ്തിട്ട് അത് ഓരോരുത്തർ ഉണ്ടാക്കിയിട്ട് അതിന് താഴെ ഇടുന്ന കമൻസ് വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. പ്രത്യേകിച്ച് ചിലർ അതിൻ്റെ അകത്ത് ആ ഒരു കമൻറ്റ്, ചെറിയൊരു കമൻറ്റൊന്നുമല്ല അവർ ചെയ്യുന്നത്, വലിയ കമൻസാണ് എനിക്ക് വരുന്നത് മിക്കവാറുള്ള കമൻസ്. അതൊക്കെ കാണുമ്പോൾ ഞാൻ അതിശയിച്ചിട്ടുണ്ട്, ഇത്രയും സമയം മുടക്കി നിങ്ങൾ ഈ കമൻസ് എഴുതുമല്ലോ. അപ്പോൾ അത് വായിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അല്പം എല്ലാവർക്കും അറിയാവുന്നൊരു ബേക്കറിയിൽ പോയി. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തല്ലേ, കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ആൻറ്റി എന്നോട് ചോദിച്ചു, മോളെന്താ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തതെന്ന്. അപ്പോൾ എനിക്ക് അതിശയം വന്നു, അവരെല്ലാം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴേയും. അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി ഏത് വീഡിയോ എന്താണ് കാണുന്നത് വെച്ചും പറഞ്ഞ് എൻ്റെ നോൺ വെജ് ഐറ്റംസും വെജ് ഐറ്റംസും എല്ലാം ആൻറ്റി സ്ഥിരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ലുലുവിൽ ഒരു ദിവസം ഫുഡ് ഫെസ്റ്റിന് പോയപ്പോൾ ഒരു സഹോദരി ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു വൻപയർ കറി ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ വീട്ടിൽ ആഴ്ചയിൽ 2-3 ദിവസം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതായത് പയറും കായും കൂടി ഇട്ടൊരു കറി, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് റെസിപ്പീസ് കൊണ്ട് പലരുടെയും വീട്ടുകളിൽ ഞാൻ ഇന്നും ഒരു സാന്നിധ്യമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ബേക്കറിയിലെ ആൻറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മനസ്സിനൊരു ചെറിയൊരു സന്തോഷം തോന്നിയെങ്കിൽ ഒരു വിഷമോടെ തോന്നി. കാരണം അങ്ങനെ എത്രയോ പേര് എൻ്റെ റെസിപ്പീസിന് വേണ്ടി സ്ഥിരമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ഒട്ടും ഇടാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ. അപ്പോൾ ഞാൻ കരുതി ഇനി എന്തായാലും നാട്ടിൽ ചെന്നിട്ട് നിങ്ങളോട് കുറച്ച് സംസാരിച്ചിട്ട് കുറച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ഈ വീഡിയോ തുടക്കമാണ്. ഞാൻ റോഡിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത് കേട്ടോ, അതാണ് ഇങ്ങനെ വണ്ടി പോകുന്ന സൗണ്ട്. പത്തനംതിട്ടയിലൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. അത് ഗ്രാമത്തിൻ്റേതായ ഒരു നിശബ്ദതയും കിളികളും ഒക്കെ ഉണ്ട്, നല്ല രസമാണ്. എനിക്കിഷ്ടമാണ് ഈ ഒരു ചെറിയ കാറ്റും. വൈകുന്നേരം ആകുമ്പോൾ പക്ഷേ 2-3 ദിവസം കൊണ്ട് നല്ല മഴയാണ്, മഴയും ഇടിയും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് മുതൽ വീണ്ടും നമ്മുടെ വീഡിയോസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതുപോലെ ഞാനൊരു സെക്കൻഡ് ചാനലും കൂടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു.
അപ്പോൾ ആ സെക്കൻഡ് ചാനലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഉടൻ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ കുറേ റെസിപ്പീസൊക്കെ ഞാൻ വന്നിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി റെസിപ്പീസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. പറ്റുന്നതൊക്കെ കുറച്ച് വ്ളോഗുകളും ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അമ്മേ ഇതെന്ത് മരമാ? സപ്പോട്ട. ഇതിൽ കായുണ്ടല്ലോ. സപ്പോട്ട മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നല്ല പച്ചപ്പൊക്കെ ആകുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു കുക്കിംഗ് വീഡിയോ എടുക്കണം. എന്തോ എടുക്കണം? എന്തോ ഉണ്ടാക്കുന്നേ? കറിയായിട്ട് എന്തോ ഉണ്ടാക്കുന്നേ? എന്ത് കറി വെച്ചാലും മമ്മിയുടെ പരിപ്പ് കറിയാണ് എനിക്കിഷ്ടം. എന്നാതിരിക്കട്ടെ, സാമ്പാർ മോരും ഉണ്ടെങ്കിൽ അത് മതി. പക്ഷേ ഉണ്ടല്ലോ, മമ്മി പരിപ്പ് കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ, കല്യാണത്തിനൊക്കെ പരിപ്പ് കറി കഴിക്കുന്നൊരു ടേസ്റ്റാണ്. ഇന്നും കൂടെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മമ്മി എപ്പോഴും ടേസ്റ്റ് കൂടും. ഇവിടെ ഒരാളിരിപ്പുണ്ട്. ഇതാണ് എൻ്റെ അമ്മ. ഞാൻ വീഡിയോ എല്ലാം എടുക്കുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണേ. ഒന്നും പറയാനില്ലേ മീ? ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ?